ഇപ്പം സമയം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ തന്നെ ഞാൻ അടുക്കളയിലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അടുക്കളയ്ക്ക് ആകപ്പാട് കോലം കെട്ട് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്കിനി ഫുഡ് കഴിക്കാൻ. എനിക്ക് ഇവിടെ നിന്ന് പാത്രം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ജനലൊക്കെ തുറന്നിട്ടിട്ട് അപ്പം നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ പാത്രം കഴുകാനുള്ള മൂടൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നിന്നിട്ട് പാത്രമൊക്കെ കഴുകും. എനിക്ക് ഇവിടെ നിന്ന് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ എനിക്ക് ഇട്ടിട്ട് പോകും. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഞാൻ ഇവിടെ ക്ലീൻ ആക്കുന്നുള്ളത്. അതുകൊണ്ട് ഒരു പാത്രം പോലും കഴുകാണ്ടിട്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കി. അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കണം. ഇനിയിപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സ്ലാബും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇവിടെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലാബ് വന്നിട്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും കേട്ടോ. അത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഭയങ്കര പാടാണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഓപ്പൺ കിച്ചണും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് ഇടാൻ പറ്റില്ല. ക്ലീൻ ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നിരിക്കും ആൾക്കാർ കയറി വരുന്നത്. അപ്പോൾ വൃത്തികേടൊക്കെ കാണും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. പിന്നെ എനിക്ക് പാചകം ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ആകപ്പാടെ ചെയ്യുന്ന ക്ലീനിങ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ സമാധാനിച്ച് ചെയ്യും. അപ്പോൾ ഇതേ കണ്ടില്ലേ, നേരത്തെ കിടന്ന അടുക്കള ഇപ്പോഴത്തെ കിടന്ന അടുക്കളയായിട്ട് എന്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് കൂന്തൽ കറിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നല്ല അയല മീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പകുതി ഭാഗം ഞാൻ നേരത്തെ എടുത്ത് തിന്നതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടെന്നും. അപ്പൊ ഇന്ന് പഴമാണ് കേട്ടോ കഴിച്ചത്. ഇന്ന് നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം. നമുക്കൊരു സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയി. ഇനിയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ലഞ്ചാണ് ഞാനിന്ന് കഴിക്കുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. എന്നാൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ലഞ്ചാണ് ഇപ്പോൾ കാര്യമായിട്ടെന്ന് പറഞ്ഞാലും കുറച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കൂന്തൽ കറിയും സാമ്പാറും മീൻ പൊരിച്ചതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം. പ്രത്യേകിച്ച് മീൻ പൊരിച്ചതും സാമ്പാറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എൻ്റെ അമ്മ രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ ഇവന് ഫുഡ് വാരി കൊടുത്തു കേട്ടോ. ഇവനാണെങ്കിൽ വെറുതെ വെച്ചു കൊടുത്താലും കഴിക്കില്ല. നമ്മൾ വാരി കൊടുത്താൽ മാത്രമേ ഇവൻ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവന്. അതുകൊണ്ട് അവന് ഫുഡൊക്കെ വാരി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം വെറുതെ ഇരുന്നു. പിന്നെ ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീടൊക്കെ തൂത്തു വരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആകെ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ്. വേറെ ഒന്നുമില്ല. ഒരു ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ വീടൊക്കെ ഒന്ന് തൂത്തു വാരി എന്നിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും മുകളിലോട്ട് ടെറസിലോട്ടൊന്ന് പോയിട്ട് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ചും ഈവനിങ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്നീന തൊട്ട് അമ്പലത്തിൽ ഒരു പാട്ടൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു വൈബ് നന്നായിട്ട് കിട്ടും. പിന്നെ ഇവിടെ നിന്നീന് നമുക്ക് ഈ ചുറ്റിലുള്ള എല്ലാ വീടുകളും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവനാണ് ഇവിടെ സ്ഥിരം വിസിറ്റ്. എപ്പോഴും ഇവിടെ വന്ന് നിന്നിട്ട് വായി നോക്കും. ഇവിടെ വന്ന് നിന്നീന് ഇവന് റോഡിൽ കൂടെ പോകുന്ന പട്ടികളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം രാത്രിയായിട്ടോ ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കഴിച്ചോട്ടെ. ഞാൻ ഡയറ്റ് ആയിരുന്നു. പിന്നെ ഇത് അമ്മയുടെ ഫ്രണ്ട് എന്തോ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കിയതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. ഡിന്നർ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം, ബാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ട്. ഞാനിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചപ്പാത്തിയാണ് കുറേ ദിവസമായിട്ട്, ഒരാഴ്ചയായിട്ട് ഞാനിപ്പോൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആ ചോറിന്റെ അളവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ രാത്രി ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ്, അങ്ങനെയാണിപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഡയറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. എക്സസൈസ് ചെയ്താലും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യാൻ. അപ്പോൾ കൂന്തൽ കറിയും ചപ്പാത്തിയും കൂട്ടിയാണ് കേട്ടോ ഇന്ന് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം ഫോണൊക്കെ നോക്കിയിട്ട് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.